കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു നല്ല ദിവസത്തിന്റെ പുലർകാലം കൂടെ കണ്ടുണരുവാനും നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്തുവാനും തിരുവചനം ശ്രവിപ്പാനും കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 99 എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 100ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട്, കഴിഞ്ഞ 5 എപ്പിസോഡുകളായിട്ട് ബഹുമാനമുള്ള പേരകത്ത ചെറിയ സാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലും അദ്ദേഹമുണ്ട്. അദ്ദേഹം നമുക്ക് വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, തിരുവചന സത്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കും. സാറിന് ഞാൻ പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ 100ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അന്യഭാഷയെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ അന്യഭാഷയും വ്യാജമായ അന്യഭാഷയും ഇതെങ്ങനെ തിരിച്ചറിയാം, അതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സാറ് അതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ത് പഠിച്ചു? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ദൈവം തന്ന അന്യഭാഷയുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് 1 കൊരിന്ത്യർ 14 കാണുന്നത്. അതിന്റെ ഉത്ഭവം ഇത് ആര് തന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. അപ്പം വ്യാജവും സത്യവും കണ്ടു പിടിക്കാൻ ദൈവം എന്തെങ്കിലും മാധ്യമം വെച്ചിട്ടുണ്ടോ? കാര്യം ഈ ലോകം എന്ന് പറയുന്നത് വ്യാജത്താൽ നിറഞ്ഞിരിക്കുന്ന ലോകം ആയതുകൊണ്ട് എന്താണ് ഇവിടെ സത്യവും വ്യാജവും നമ്മൾ വേർതിരിച്ചറിയണം. അതെങ്ങനെ അറിയാമെന്നുള്ളതാണ് അല്ലെ? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിന്റെ അത് പരിശുദ്ധാത്മാവ് വരം തന്നിരിക്കുന്നു, അതിന് ഡ്യൂപ്ലിക്കേറ്റും പവറും എങ്ങനെ തിരിച്ചറിയാം? പരിശുദ്ധാത്മാവിനെ ദൈവം മനുഷ്യന് തരുന്നതിന് ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ലംഘിച്ച് ദൈവം തന്റെ ആത്മാവിനെ കൊടുക്കത്തില്ല. ഉറപ്പാണല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവം ലംഘിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കത്തില്ല. അതെ, അത് ഞാൻ ഉറപ്പിച്ചെന്ന് പറയാം. അതെ, അതുകൊണ്ട് നമുക്ക് വായിക്കാം. ദൈവം പരിശുദ്ധാത്മാവിനെ തരാനുള്ള വ്യവസ്ഥകൾ അപ്പോസ്തല പ്രവൃത്തികള് 2-ാം അധ്യായത്തിന്റെ 37-38. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:37-38. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. സ്നാനം എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നതിൽ ഒരു വ്യവസ്ഥ എന്താണ്? മാനസാന്തരപ്പെടണം, പാപമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഒരു തീരുമാനം എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നാനപ്പെടണം. അന്നേരം പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ. ശരിയല്ലേ? ദൈവത്തിന്റെ വ്യവസ്ഥ ലംഘിച്ച് ദൈവം പ്രവർത്തിക്കുമോ? ഇല്ല. നോക്കാം, 2ാമത്തെ വ്യവസ്ഥ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 31-38 വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ഇവിടെ വായിക്കുന്നത്, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. ആർക്കാ ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്? ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക്. ഇനി അനുസരണം കെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തുവെങ്കിൽ ദൈവം പറഞ്ഞത് ദൈവം തന്നെ ലംഘിച്ചു. ഞാൻ എന്റെ ന്യായപ്രമാണത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യില്ല. ദൈവം പറയുന്നു. ദൈവം പറയുന്നു. സൂക്ഷിക്കണം.
അപ്പൊ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്ന് അവകാശപ്പെടുകയും അന്യഭാഷയും ചെയ്യുകയും കൈയെഴുത്ത് ക്രൂശിൽ തറച്ചു, ശബദില്ല, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടരുത് എന്നൊക്കെ വിശ്വസിക്കുന്നവൻ അന്യഭാഷ പറയുന്നെങ്കിൽ അത് വേറെ ആത്മാവാണ്. അത് വേറെ ആത്മാവാണ്. സത്യവും വ്യാജവും തിരിച്ചറിയാൻ ദൈവം വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ദൈവം തന്നെ അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പൊ ദൈവകൽപ്പന അനുസരിക്കാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. അന്യഭാഷ പറയുന്നെങ്കിലോ അത് വേറെ ആത്മാവാന്ന് ചിന്തിച്ചോളൂ. ഇനി അടുത്ത വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ അവിടെ നിൽക്കട്ടെ, എന്റെ കൽപ്പനകൾ. അപ്പൊ എന്നാന്നറിയോ, ഒരു വിഭാഗം ആളുകൾ പറയുന്നേ ഞങ്ങൾ കർത്താവിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത്. കർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞൊരു കൽപ്പനയുണ്ടോ? കർത്താവിന്റെ കൽപ്പന അല്ല, എല്ലാം കർത്താവിന്റെ കൽപ്പന എല്ലാം ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-49. യോഹന്നാന്റെ സുവിശേഷം 12, 48, 49 വാക്യങ്ങൾ. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. ആര് പറയാണ്? യേശു പറയാണ്. സ്വയമായിട്ട് പിന്നെ സംസാരിച്ചോ? ഇല്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൽപ്പന, ഞങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നു പറയാൻ വല്ലതും ഉണ്ടോ? കർത്താവിനെ സാക്ഷ്യം പറയുന്നത് ഞാൻ സ്വയമായി ഒന്നും എല്ലാം വരുന്നത് ആരിൽ നിന്ന് വരുന്നു? പിതാവിൽ നിന്ന് വരുന്നു. വായിച്ചു. അവിടുത്തെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. അതങ്ങ് മാറ്റി വെച്ചിരിക്കുക, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന് നിത്യജീവൻ അങ്ങനെ കിട്ടും. അത് അറിഞ്ഞുകൂടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എന്നാന്ന് ചോദിച്ചാല് സാരമില്ല, പോട്ട് പറഞ്ഞു വായിച്ചോളൂ. അവിടുത്തെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. അവയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവിനോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാല് പുത്രനെ ഇങ്ങോട്ട് അയച്ചപ്പോൾ അവിടെ പോയിട്ട് ഇന്ന കാര്യങ്ങൾ എന്റെ മക്കളോട് പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അയച്ചോന്ന് ചുരുക്കം, അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കൂട്ടർക്ക് ഞങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന പറയാനായിട്ട് എവിടെ കിടക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, വായിച്ചു തീർന്നോട്. അതന്നെ. അപ്പൊ തിരിച്ചു പോകാം. എവിടെ? യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് നമ്മൾ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്കാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ല, കർത്താവ് തന്നെ പറഞ്ഞതല്ലേ. ഇത് മാറിപ്പോയി നീ പോയി കുരിശിൽ തറച്ചു യഹൂദന്റെ ഞങ്ങൾക്ക് വേണ്ട കൊള്ളത്തില്ലെന്ന് പറയുന്ന പുള്ളിക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. കാരണം പരിശുദ്ധാത്മാവാണ്. അതാ ശുദ്ധാത്മാവാണ്. ഇനി ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം, ചോദിക്കാം, അല്ലേ? അപ്പം ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് നമ്മൾ ചിന്തിക്കുന്നത് വ്യാജവും സത്യവും തമ്മിൽ വേർതിരിക്കുക, അല്ലേ? അവിടെ ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആര് തന്നു നമുക്കറിയാം, പരിശുദ്ധാത്മാവ്. മറ്റേ എവിടെ നിന്നും നമുക്ക് അറിയുന്നില്ല, ഇതിനൊരു സോഴ്സ് അറിയുന്നില്ല, അല്ലേ? ആർക്കും അറിയാൻ വയ്യാത്ത ഈ ഭാഷ സംസാരിക്കുന്നത് എപ്പോൾ കൊടുത്തു, ആര് കൊടുത്തു, ഇതിന്റെ രേഖ ഇവിടെ കാണുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യാജവും. ഇനി ഒരു കാര്യം കൂടെ വായിക്കാം, 1 യോഹന്നാൻ 2:4 കൂടെ വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യമോനില്ല. ഇതിന് വേദവസം പറഞ്ഞതാണ്. നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് സത്യവും വ്യാജവും. ഇതിനകത്ത് കളഞ്ഞാൽ സത്യവും വ്യാജവും എങ്ങനെ അറിയാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അസാധ്യമാണ്. ഇത് വെച്ചുകൊണ്ട് കള്ളവും സത്യവും തീരുമാനിക്കാൻ എന്തൊക്കെയാണ് പറ്റത്തുള്ളൂ. ഇനി പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതിനോട് നമ്മൾ ചില ചോദ്യം ചോദിക്കാം. ഇത് വ്യാജമാണോ? അല്ല. കാര്യം അവൻ സംസാരിക്കുന്ന ആത്മാവിലാണ്, പരിശുദ്ധാത്മാവിലാണ്. വ്യാജമാണോ? അല്ല. അല്ലേ? എങ്കിലും ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നു. അല്ലേ? ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു.
ദൈവത്തോട് എന്ത് സംസാരിക്കുന്നു? മർമ്മങ്ങളെ സംസാരിക്കുന്നു. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ? മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മറിഞ്ഞിരിക്കുന്ന. അപ്പൊ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന വല്ലതും ഉണ്ടോ? ദൈവത്തിന് മറിഞ്ഞിരിക്കുന്നൊന്നുമില്ല. അപ്പൊ ദൈവത്തോട് മർമ്മം സംസാരിക്കാൻ സാധിക്കും. അപ്പം ദൈവം മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് മർമ്മം. അതായവൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യാജവുമില്ല. അല്ല. അപ്പൊ ഇത് ഭാഷയുടെ വൃത്തിനിയോഗമാണോ? അല്ല. ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? മനുഷ്യൻ എങ്ങനെയാ ദൈവത്തോട് സംസാരിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ. അതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്നാ? അവൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ? പ്രാർത്ഥനയിൽ അവന് ദൈവം മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നവന് സംസാരിക്കുന്നു എന്നും. അല്ലേ? ഒരുവൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുത്രന്റെ നാമത്തിൽ പിതാവിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഭാഷയുടെ സത്യമായ ഭാഷയുടെ ഒരു തെറ്റായ ഉപയോഗമാകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാനൊരു മലയാളത്തുകാരൻ അറേബ്യയിൽ പോകുന്നു ജോലിക്ക്. ദൈവവുമില്ല ദേവനുമില്ലാതെ കിടക്കുന്ന ഒരു രാജ്യം, കർത്താവില്ല, വിശ്വസിക്കുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് സുവിശേഷം പറയാം. എനിക്ക് അറബി അറിഞ്ഞുകൂടാ. അപ്പൊ ദൈവം എന്ത് തരുന്നു? അറബി സംസാരിക്കാനുള്ള വരം തരുന്നു. അപ്പൊ ഞാൻ അറബിയിൽ അവിടെ അവരോട് പ്രസംഗിക്കുന്നു. 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ അപ്പം എനിക്ക് എന്ത് കിട്ടി? ഭാഷ വരം കിട്ടി. അങ്ങനെ ഭാഷ വരം കിട്ടി. ഞാൻ അവധിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ മലയാളികളെല്ലാം കൂടിയിരിക്കുന്നിടത്ത് ഞാൻ കയറിയെന്ന് അറബിയിൽ അങ്ങ് പ്രാർത്ഥിക്കാം. എന്നോട് ചോദിക്കുക, അതായത് പ്രാർത്ഥിക്കും. ഞാൻ അറബിയിൽ അങ്ങ് പ്രാർത്ഥിക്കാം. അതെന്തിനാന്ന് ചോദിച്ചാല് ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം ഒരു പ്രകടനമാക്കുക. അങ്ങനെ ആക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഉണ്ട്. വേദപുസ്തകത്തിലുണ്ടോ ഇത്? ഉണ്ട്. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ. അപ്പം വെളിപ്പാടുകളെ ആധിക്യം വരുമ്പോഴും നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഇത് നമ്മൾ ദൈവവചനം കാര്യങ്ങൾ ചിന്തിക്കുന്നു അല്ലേ? അപ്പം അങ്ങനെ ഒരു കാര്യം സാധിച്ചേക്കാം എന്ന് നമ്മളിവിടെ കാണുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മള് ഈ 14-ാം അധ്യായത്തിനകത്ത് കാണുന്ന 14-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ അവിടെ 4 കാര്യങ്ങൾ കാണുന്നു. 1, ദൈവത്തിന്റെ കൊരിന്ത്യൻ അതുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വായിക്കുന്ന 14-ാം അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്താണ്? കൊരിന്ത്യൻ ദൈവം കൊടുത്ത ശരിയായ അന്യഭാഷ ഉണ്ടായിരുന്നു. അതിന്റെ വ്യാജമുണ്ടായിരുന്നു. പിന്നെ വ്യാജമായ അന്യഭാഷ ഉണ്ടായിരുന്നു. അന്യഭാഷക്കാരനുണ്ടായിരുന്നു. കൊരിന്തെന്ന് പറയുന്ന ലോകത്തിന്റെ 4 കപ്പലയിൽ നിന്ന് വിളിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. റോമിൽ നിന്നൊക്കെ ആളുകൾ വിനോദത്തിനായിട്ട് വന്നിരുന്നു. സർവകലാശാല അവിടെ ഉണ്ടായിരുന്നു. വാണിജ്യക്കാർ പോക്കിനും വരവിനും ഏറ്റവും പറ്റിയ ഗ്രീക്കിന്റെ ഒരു ഭാഗമായിരുന്നു കൊരിന്ത്. ആൾക്കൂട്ടം അവിടെ പല ഭാഷക്കാരുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളെ വേർതിരിച്ചാൽ ഈ 14-ാം അധ്യായം നന്നായിട്ട് അങ്ങ് മനസ്സിലാക്കും. നമ്മള് പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? 4 അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷെ നിലയില് അപ്പോസ്തല പ്രവൃത്തികൾ എന്നാണ് 2-ാം അധ്യായത്തിൽ നടത്തുന്നതിന്റെ ആവർത്തനമായിരിക്കണം പരിശുദ്ധാത്മാവാകുന്ന ദൈവം കൊടുത്ത ഭാഷാവരത്തിന്റെ തുടർച്ച. അത് കാണുന്നുണ്ടോ? ഇല്ല, ഇവിടെ കാണുന്നില്ല. എന്നാല് ദൈവജനത്തിന്റെ ഇടത്തിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, വായിക്കാം.
10-ാം അധ്യായം 44 മുതൽ വായിക്കും. പെട്ടെന്ന് വായിക്കും, സമയം. 44 മുതലുള്ള വാക്യം. അവിടെ ഈ വാക്കുകളെ ഈ വാക്കുകൾ എവിടാന്നറിയാമോ? കൊർന്നേലിയോസിന്റെ വാങ്ങുന്നില്ല. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ ഇവരാരാന്നറിയാമോ? പത്രോസിനോട് കൂടെ വന്ന് പരിച്ഛേദനക്കാരെന്നോട് യഹൂദന്മാര്, അവരെ പെന്തിക്കോസ് നാളിന്റെ അല്പം ഉള്ളവരാ. പത്രോസിന്റെ കൂടെ ഇവിടെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ വന്നിരിക്കുക. എന്നിട്ട് അവർ എന്ത് പറയുന്നു? പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. നമ്മെ പോലെ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാള് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ നമ്മൾ അന്യഭാഷകൾ സംസാരിച്ചതുപോലെ ഇവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അത് കണ്ടിട്ടുണ്ട്. നമ്മെ പോലെ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ പെന്തക്കോസ്തിന്റെ ആവർത്തനമാണ് ഇവിടെ കൊർന്നേലിയോസിന്റെ പോലെ കാണുന്നത്. ഇനി അപ്പോസ്തലരുടെ 19-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇനി 10-ാമത്തെ വാക്യം വായിക്കണം. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. എന്തുകൊണ്ട് ഇടയായി? അന്യഭാഷ എന്ന വരം. അപ്പം കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, എന്താണ്? ഞാൻ ഭാഷാവരം നിങ്ങൾക്ക് തരും, അത് വരുമ്പോഴും നിങ്ങൾ ലോകത്തിൽ പോയി സാക്ഷികൾ. ഇതിന്റെ നിവൃത്തീകരണമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ പെന്തക്കോസ്ത് നാളിൽ കണ്ടതും കൊർന്നേലിയോസിന്റെ വീട്ടിൽ കണ്ടത് അതിന്റെ ആവർത്തനമാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ ആവർത്തനമാണ്. ഇന്നും ഇതിന്റെ ആവർത്തനമായിരിക്കും. അല്ലാത്തത് വ്യാജം. കൊരിന്തിൽ ശരിയായ അന്യഭാഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തിരിച്ച് 14-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് തിരിച്ചു പോകാം. പൗലോസ് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 14-ാം അധ്യായം 39-ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചന വരം വാഞ്ചിപ്പീൻ. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കിയമരുത്. സകലവും ഉചിതമായി ക്രമമായി നടക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കണ്ട. ഏതിനെ പറ്റിയാ പറയുന്നത്? നിങ്ങൾ നാവ് കൊണ്ട് തെളിവല്ലാത്ത വാക്കുകൾ എന്തെങ്കിലും സംസാരിക്കുന്നു, അതല്ല വിലക്കണം എന്ന് പറയുന്നത്. വിലക്കേണ്ടത് ഏതാ? വിലക്കരുതെന്ന് പറയുന്നത് ഏതാ? ശരിയായ അന്യഭാഷ ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ്? രണ്ടും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടെ വ്യക്തമാകുന്നു. സമയമില്ലാത്തതുകൊണ്ട് 7-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ വായിക്കണം. ഇവിടെ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 7 മുതൽ. കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ വീട്ടിയതോ എന്തെന്നെങ്ങനെ അറിയണം. അപ്പൊ 14-ന്റെ 2 ഇതുമായിട്ട് നോക്കുന്നില്ല. കാര്യം എന്താണ്? ഒന്ന് സത്യത്തിന്റെ ദുരുപയോഗമാണ്. പറഞ്ഞു. കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കാർ ഒരുങ്ങും. അപ്പൊ എന്താണ്? കാഹളം തെളിവുള്ളത് കൊടുത്തോണം എന്നാണ് സ്ഥാപിക്കുന്നത്. വ്യാജമാകാണെന്ന് ഇവിടെ. അതുപോലെ നിങ്ങൾ നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാൻ നിങ്ങൾ തെളിവായ വാക്ക് സംസാരിച്ചോണം. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ നടന്നതിന്റെ ആവർത്തനമാണോ? അല്ല. ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം, ഇവിടെ തെളിവില്ലാത്ത വാക്ക് സംസാരിക്കുന്നത് സ്വർഗീയ ഭാഷയാണോ? ഒരിക്കലും അല്ല. സാത്താന് മനസ്സിലാകാത്ത ഭാഷ എന്ന് പറയുന്നു. ചിലർ പറയുന്നു ഈ അന്യഭാഷ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകത്തില്ല. പിന്നെ ആർക്കും മനസ്സിലാകത്തില്ല, സാത്താന് മനസ്സിലാകത്തില്ല. സ്വർഗീയ ഭാഷയാണ്, അത് സാത്താന് മനസ്സിലാകുന്നില്ല.
കാരണം സ്വർഗത്തിൽ നിന്നാണ് സാധാരണ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്നു. പുള്ളി അവിടുത്തെ പല ഭാഷ പഠിച്ചിട്ടാണ്. ഈ വിഡ്ഢിത്തരത്തെ എന്തോ ചെയ്യും? ഇത് വിശ്വസിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഞാൻ പറയുന്നത് ജനങ്ങൾ, പൊതുജനങ്ങൾക്കല്ല, ഇത് പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, ആ വാക്കിന് നോക്കുക, ഈ ഉപദേഷ്ടാക്കന്മാർ ഇത് ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കണം. ശരിയായ ഭാഷാപരം ഉണ്ടായിരുന്നു, അതിനെ വിലക്കെടുത്തെന്ന് പൗലോസ് പറയുന്നു. 2, ശരിയായ ഭാഷാപരത്തിന്റെ ദർശനങ്ങളുടെ ആധിക്യത്താൽ അങ്ങനെ നിഗളിച്ചു പോയ ഒരു ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. 3, വ്യാജമായതുണ്ടായിരുന്നു, കുഴൽ, വീണ, അല്ലേ? ഇനി 4 എന്താണ്? ശരിയായ ഭാഷയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെന്താണ്? അന്യഭാഷക്കാർ ഉണ്ടായിരുന്നു, പലവിധ ഭാഷക്കാർ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് വായിക്കാം. 1 കൊരിന്ത്യർ 14:27-28 വാക്യങ്ങൾ വായിക്കാം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14:27-28 വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയില്ല ഞാൻ, അന്യഭാഷക്കാരൻ സഭയിൽ വിട്ടുപോയിട്ട് വ്യാഖ്യാനി ഇല്ല ഞാൻ. ആര്? അന്യഭാഷക്കാരൻ എന്ന് പറഞ്ഞാൽ, അന്യഭാഷക്കാരൻ എന്ന് പറഞ്ഞാൽ വിദേശി, മറ്റൊരു ഭാഷ സംസാരിക്കുകയാണ് നമ്മൾ പറയുന്നത് അന്യഭാഷക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്യഭാഷക്കാരും ഉണ്ടായിരുന്നു. അവരെ സംഭവത്തിന്, അവരെ കുറിച്ചാണ് പറയുന്നത്. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ 2 3 പേരെ പ്രാർത്ഥിക്കട്ടെ, അവർ ഓരോരുത്തരായി പ്രാർത്ഥിക്കും. എന്തിനാ വ്യാഖ്യാനിക്കുന്നില്ല? സഭയ്ക്ക് ആത്മീയ വർധനമോ വരുത്താനായിട്ടാണ്. ഈ കാര്യങ്ങള് എന്താണ് വേദപുസ്തക പ്രകാരം ഇന്ന് നടക്കുന്നില്ല. ഇന്ന് കാണുന്ന ഭാഷ വരും അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നടത്തുന്നതിന്റെ ആവർത്തനമല്ല, അതിന് വിപരീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ അന്യഭാഷയെ കുറിച്ചുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ വചനത്തിന് സത്യമുണ്ട്, അതുപോലെ തന്നെ വ്യാജവും ഉണ്ടെന്ന് വചനത്തോട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സത്യവും വ്യാജവും തിരിച്ചറിയുവാനും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുവാനും ഈ തിരുവചന പഠനം നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദൈവത്തിന്റെ വചനം എത്ര ശ്രേഷ്ഠമാണ്, അവിടുത്തെ വചനം എത്ര തെളിവാണ്. അത് അടിയങ്ങൾ ഉള്ളതുപോലെ ഗ്രഹിക്കുവാനുള്ള കൃപ കർത്താവ് നൽകണമേ. അന്യഭാഷയെ കുറിച്ച് അടിയങ്ങൾ കേട്ട തിരുവചന സത്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വ്യാജത്തിന്റെ പിറകെ പോകാതെ സത്യത്തിന്റെ പാതയിലായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട പ്രിയപ്പെട്ടവർ രോഗത്തിൽ, ഭാരത്തില്, പ്രയാസങ്ങളില്, കടബാധ്യതകളില്, മാനസിക സംഘർഷങ്ങളില്, വേദനകളില് ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വലിയ കൃപ പ്രിയ മക്കൾക്ക് നൽകണമേ. ആമേൻ. സൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ. ദൈവത്തിന്റെ കരം പ്രിയ മക്കളുടെ ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കാട്ട് കൃപയ്ക്കാട്ട് സ്തോത്രം. മാനുവാഹത്വം കർത്താവിടണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം പഠിച്ച വചനങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 നമുക്ക് ജയ്ഹിന്ദ് ചാനലിലൂടെ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ തിരുവചനം നമുക്ക് തുടർച്ചയായിട്ട് പഠിച്ച് തിരുവചന സത്യത്തിൽ വളർന്ന് നമുക്ക് നിത്യജീവന അവകാശങ്ങളായി തീരുമാനം കർത്താവ് ഇടയാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ
ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.